പക്ഷെ ശശി തരൂറാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇരട്ട ബൂസ്റ്റിംഗ്, അതായത് മോദിയും പിണറായിയും സൂപ്പർ സ്റ്റാറുകളാണ്, സൂപ്പറാണ് എന്നൊക്കെയാണ് തരൂർ പറയുന്നത്. മാത്രമല്ല, അമേരിക്കയിൽ മോദി എത്തിയത് വളരെ വിവാദമാക്കുന്നവരും അതിനെ വലിയ വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നവർക്കുമൊക്കെ ഇടയിലേക്ക് വ്യത്യസ്തനായി നിൽക്കുകയാണ് തരൂർ. തരൂർ കോൺഗ്രസ് വഴി BJP-യിലേക്കാണോ അതോ കോൺഗ്രസ് വഴി CPM-ലേക്കാണോ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. എന്താണ് തരൂറിന്റെ വഴി? തരൂർ എങ്ങോട്ടാണ്? തരൂർ സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറയുന്നതിൽ പല കാലത്തും മികവ് പുലർത്തിയിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അത് പലപ്പോഴും കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ്സിന് ഇഷ്ടപ്പെടുന്നത് അല്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന. എന്തുകൊണ്ട് അങ്ങനെ ശശി തരൂരിന് സംസാരിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ, കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറമായിട്ട് ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ വിലയിരുത്താനും അതിൻ്റെ നയതന്ത്ര സമീപനങ്ങളെ വിലയിരുത്താനുമുള്ള ഒരു മികവ് എക്കാലത്തും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മികച്ച ഭരണാധികാരികളുടെ മികവിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. നമുക്കറിയാം, നമുക്കൊട്ടും ഇഷ്ടമില്ല പിണറായി വിജയനെ. അതേപോലെ തന്നെ മോദിയും ഇഷ്ടമില്ലാത്തതായ വലിയ സമൂഹം ഉണ്ട്. പക്ഷേ ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളും ആ ഇഷ്ടമില്ലായ്മയെ മറികടക്കാനായിട്ട് പ്രാപ്തമായിട്ടുള്ള ശരിയായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും. ആ സമയത്താണ് അത് കണ്ടെത്തുകയും അതിനെ ന്യായീകരിക്കാനായിട്ട് ശശി തരൂർ തയ്യാറാവുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ശശി തരൂർ കോൺഗ്രസിനെ ഉപേക്ഷിച്ച് BJP ചേരുമെന്നോ പിണറായി വിജയനെ പുകഴ്ത്തിയുകൊണ്ട് ശശി തരൂർ CPM ആകുമെന്നോ വാദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പൊളിറ്റിക്സിലുണ്ടാവേണ്ട ഒരു ഡയമെൻഷണൽ ചേഞ്ച് ഉണ്ട്. അതായത് രാജ്യത്ത് നടക്കുന്ന സംഭവവികാസങ്ങളെ വിലയിരുത്തി കൃത്യമായ നിഷ്പക്ഷമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അത് പക്ഷേ രാഷ്ട്രീയക്കാർക്കില്ല. ഒരു വിഷയം വരുന്ന സമയത്ത് അത് ആരാണ് പറഞ്ഞത് എന്ന് നോക്കിയിട്ടാണ് അത് തെറ്റാണോ ശരിയാണോ എന്ന് പറയുന്നത്. മോദിയാണോ പറഞ്ഞെങ്കിൽ ശരി, അല്ലെങ്കിൽ മോദിയാണോ പറഞ്ഞത് തെറ്റ്. അപ്പോൾ മോദി പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു വിഷയം തെറ്റാവുകയില്ല, മോദി പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു വിഷയം ശരിയാവുകയില്ല. അതാണ് രാഷ്ട്രീയക്കാർ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ശരിയായിട്ടുള്ള കാര്യങ്ങൾ ശരിയും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തെറ്റുമാണ്. ഇത് കാണാനായിട്ട് അവർ വെച്ചിരിക്കുന്ന കണ്ണട എടുത്ത് മാറ്റണം. അവരുടെ രാഷ്ട്രീയ കണ്ണട വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് മോദി അമേരിക്കയിൽ പോയ സമയത്ത് മോദി അമേരിക്കയിൽ പോകുന്നതിലുള്ളൊരു പ്രാധാന്യം ശശി തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ്? ട്രംപിൻ്റെ രണ്ടാം വരവിൻ്റെ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ക്ഷണിക്കപ്പെടുകയും അതേപോലെ തന്നെ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്ത ഒരു രാഷ്ട്ര നേതാവ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. അതിൻ്റെ പ്രാധാന്യം കാണേണ്ടതാണ്. ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആ കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ട് നല്ല ബന്ധം പുലർത്തൽ ഇന്ത്യയുടെ ഒരു നയതന്ത്രപരമായിട്ടുള്ള സമീപനമാണ്. ഇറ്റ് ഈസ് സ്ട്രാറ്റജിക്കൽ പൊസിഷൻ. അതങ്ങനെ എടുത്തേ പറ്റൂ. അത് അമേരിക്കയായിട്ട് മാത്രമല്ല, റഷ്യയായിട്ട് നല്ല ബന്ധമാണ് ട്രംപ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. പുടിനും അതേപോലെ തന്നെ ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തെ അത് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിട്ട് മാറ്റി തീർക്കുന്നുണ്ട്. നല്ല ബന്ധം അവർ തമ്മിൽ പുലർത്തുന്നുണ്ട്. ചൈനയുമായിട്ട് ഇതേപോലെ തന്നെ നല്ല ബന്ധം പുലർത്തേണ്ടത് നമ്മളുടെ ഒരു ആവശ്യമാണ്. കാരണം ഈ പുതിയ കാലം എന്ന് പറയുന്നത് ആയുധങ്ങൾ കൊണ്ട് കീഴടക്കാൻ പറ്റുന്നതല്ല. ആയുധങ്ങൾ കൊണ്ട് കീഴടക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഉൽപ്പന്നങ്ങൾ കൊണ്ട് കീഴടക്കുന്ന ഒരു രാജ്യമായി ലോകമായിട്ട് നമ്മുടെ ലോകം മാറിയിട്ടുണ്ട്. അത്രമാത്രം പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇന്ത്യക്ക് വലിയ രീതിയിൽ ആഗോള രാഷ്ട്രീയത്തിനകത്ത് സ്വാധീനം ചെലുത്താനായിട്ട് കഴിയും. നമ്മുടെ ഒരു കസ്റ്റമർ സമൂഹമുണ്ട്, നമ്മുടെ ഒരു ഉപഭോഗ സമൂഹം എന്ന് പറയും. അവരാണ് ലോകത്ത് മൾട്ടിനാഷണൽ കമ്പനികൾ ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും തീർക്കുന്നത്, അല്ലെങ്കിൽ ഉപയോഗിച്ച് തീർക്കുന്നത്, വാങ്ങുന്നത്. അവരുടെ ഒരു വളർച്ചയും വികാസവും എപ്പോഴും ഈ മൾട്ടിനാഷണൽ കമ്പനികൾക്കും അതേപോലെ തന്നെ പ്രബലമായിട്ടുള്ള രാഷ്ട്രങ്ങൾക്കുമൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അവർ ഇന്ത്യ അവരുടെ സുഹൃത്താക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആ സമയത്ത് പുറംതിരിഞ്ഞ് നിൽക്കുന്നതിന് പകരമായിട്ട് ആ സൗഹൃദത്തെ വളർത്താനാണ് പരിശ്രമിക്കേണ്ടത്. തീർച്ചയായിട്ടും ട്രംപ് വലിയ തോതിൽ നികുതി ചുമത്തി തൻ്റെ ശത്രു രാജ്യങ്ങളെ അമർച്ച ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ചൈനയ്ക്കെതിരെ, കാനഡയ്ക്കെതിരെ, അങ്ങനെ എല്ലാവർക്കുമെതിരെ, മെക്സിക്കോക്കെതിരെ ഒക്കെ അവർ ആവശ്യത്തിന് എന്ത് ചെയ്തു? നികുതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കാൻ. അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, നമ്മളുടെ പല ഉൽപ്പന്നങ്ങളും നമ്മൾ അമേരിക്കയിൽ വിറ്റഴിക്കുന്നുണ്ട്. ഈ സമീപനം ട്രംപ് സ്വീകരിച്ചാൽ നമ്മുടെ കയറ്റുമതി അത് നല്ല തോതിൽ ബാധിക്കും. ചെമ്മീൻ കേരളത്തെ പോലും ബാധിക്കുന്ന ഒരു സാധനം. ഇവിടെ നിന്ന് ചെമ്മീൻ, കുരുമുളക്, ഏലക്ക, അങ്ങനെ പല ഉൽപ്പന്നങ്ങളും നമ്മൾ ഇവിടുന്ന് കയറ്റി അയക്കുന്നുണ്ട്. ഇതിലൊക്കെ അദ്ദേഹം നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ട്രംപ് ഒരു ദിവസം പറയാണ്,
നിങ്ങളുടെ നികുതി 20% മാറ്റി എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. കാരണം അങ്ങനത്തെ ഒരു സമീപനമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു നേതാവാണ് ട്രംപ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. കാരണം അമേരിക്കയുടെ ഭൂപടം തന്നെ അദ്ദേഹം മാറ്റുകയാണ് ചെയ്യുന്നത്. അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് ആളുകൾ കുടിയേറി താമസിച്ച് വളർന്ന് വികസിച്ച ഒരു രാഷ്ട്രം. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് പോയിട്ട് അവിടെ ബിസിനസ് നടത്താം, അവിടുത്തെ സമൂഹത്തിൽ ഒരു അംഗമായി മാറാം, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാം, ആ രാഷ്ട്രീയ പാർട്ടി വഴി അധികാരത്തിലേക്ക് വരാം. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് വലിയ ഊറ്റം കൊള്ളും, അവിടെ ഇന്ത്യൻ വംശജൻ അധികാരത്തിലെത്തിയിരിക്കും. അമേരിക്ക അനുവദിച്ചതിൻ്റെ പേരിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ അനുവാദം അമേരിക്ക പതുക്കെ കട്ട് ചെയ്ത് തുടങ്ങി. ട്രംപ് അങ്ങനെ പ്രഖ്യാപിച്ചു. ഇനി അമേരിക്കനിസത്തിൻ്റെ കാലമാണ്. അങ്ങനെ വരുമ്പോൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേതുപോലെ അമേരിക്കയും മാറിത്തീരും. നമുക്കവിടെ ഒരു ഇന്ത്യൻ വംശജൻ അധികാരത്തിലെത്തി എന്ന് പറയാനുള്ള സാധ്യത പോലും പതുക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക ഇന്ത്യയുടെ ശത്രുവല്ലാതാക്കി മാറ്റി തീർക്കുന്നതിന് അവിടുത്തെ സൗഹൃദ സംഭാഷണവും അവിടെ പോയി അവരുമായിട്ട് സംസാരിക്കലും ഉടമ്പടി ഉണ്ടാക്കലും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ശശി തരൂർ പറഞ്ഞത് ഇത് മികച്ച പ്രവർത്തനമാണെന്ന്. ആ മികച്ച പ്രവർത്തനം അദ്ദേഹം നടത്തിയതിൽ അദ്ദേഹം അതിനെ ശ്ലാഘിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ മാഷെ, ഇത് കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ നയമല്ല. കാരണം പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് മോദി വിരുദ്ധതയാണ്, മോദിക്കെതിരെ സംസാരിക്കുക എന്നുള്ളതൊക്കെയാണ്. അവിടെയാണ് ശശി തരൂർ കോൺഗ്രസിന് ഒരു തലവേദനയാകുന്നത്. മോദിയെ പൊടുത്തുന്നു, മോദിയുടെ യാത്ര ഇന്ത്യക്ക് ഗുണം ചെയ്യുകയാണ്, ആയുധ കച്ചവടങ്ങളായാലും സ്റ്റാർട്ടപ്പുകളായാലും ഒക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഒരു 2028 അധികാരത്തിൽ വീണ്ടും 4ാമത് ഭരണം മോദിക്കാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തനിക്ക് കോൺഗ്രസിൽ നിന്നാൽ ഒരു ഗുണവും ഉണ്ടാകില്ല, ഇനി BJP-യിലേക്ക് ചേക്കേറുകൾ മാത്രമേ ഗുണമുണ്ടാകൂ എന്നുള്ള ഒരു തോന്നൽ. കാരണം ശശി തരൂർ എന്ന് പറയുന്നത് അതിബുദ്ധിമാനായ ഒരു മനുഷ്യനാണ്. തരൂരിൻ്റെ അത്ര ബുദ്ധിയും വിവരമുള്ള ഒരു കോൺഗ്രസ്സുകാരൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് ശങ്കിച്ചുവേ നമുക്ക് മറുപടി പറയാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു കൂടുമാറ്റത്തിന് തരൂർ ഒരുങ്ങുന്നതിൻ്റെ ആദ്യ പടിയാണോ ഈ മോദി പൊഴുത്തൽ എന്ന് പറയുന്നത്? നമ്മൾ എങ്ങനെയാണ് തരൂരിനെ വായിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഉത്തരം നൽകാനായിട്ട് കഴിയും. തരൂർ കാലുമാറുന്ന ഒരാളാണ്. തരൂർ അധികാരത്തിന് വേണ്ടിയിട്ട് ചാഞ്ചാട്ടം നടത്തുന്ന വ്യക്തിയാണ്. തരൂർ ബുദ്ധിമാനാണ് എന്നൊക്കെ നമ്മൾ വായിച്ചിട്ട് ഈ പ്രസ്താവനയെ വിലയിരുത്തിയാൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന കാലത്ത് BJP-യിലേക്ക് നടന്നു കയറാനായിട്ടുള്ള വഴിവെട്ടുകയാണ് അദ്ദേഹം എന്ന് ചിന്തിക്കാം. എന്നാൽ നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള സാഹിത്യകാരനാണ്, അതേപോലെ രാഷ്ട്രീയ നേതാവാണ്, നയതന്ത്രജ്ഞനാണ്. അദ്ദേഹം UN ഇരുന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലൊക്കെ ഇരുന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യബോധത്തെ നമുക്ക് അങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ മാത്രം വായിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അദ്ദേഹം കോൺഗ്രസിനകത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ BJP ചെയ്യുന്ന അല്ലെങ്കിൽ മോദി ചെയ്യുന്ന ചില നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ അദ്ദേഹത്തിൻ്റെ വിശാലമായ രാഷ്ട്രീയ ബോധമായിട്ടും രാഷ്ട്രീയ കാഴ്ചപ്പാടായിട്ടും എന്തുകൊണ്ട് നമുക്ക് വായിച്ചുകൂടാ? അങ്ങനെ വായിച്ചാൽ അദ്ദേഹം BJP-യിലേക്കോ CPM-ലേക്കോ പോകും എന്ന് പറയുന്നതായിട്ടുള്ള അത്തരം പ്രസ്താവനകൾ പ്രസക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതാണ് തരൂർ ഇങ്ങനെ അഭിപ്രായം പറയുന്ന ഒരാളാണ്. അത് കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമാണെന്നില്ല. അങ്ങനെ അഭിപ്രായം പറയുന്ന തരൂരിനെ കോൺഗ്രസിലേക്ക് വച്ച് വാഴിക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറാകുമോ? അല്ല, കോൺഗ്രസ്സിൽ അദ്ദേഹത്തിന് വലിയ സാധ്യതകളില്ലല്ലോ. നമുക്ക് അറിയാവുന്നതാണ്. കാരണം കഴിഞ്ഞ ഘട്ടങ്ങളിൽ തരൂർ അതിശക്തമായിട്ടൊക്കെ വളർന്നു വന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തരൂരാണ് എന്ന് പറഞ്ഞ് പ്രസ്താവനകളൊക്കെ വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് അത് വെറും സോപ്പ് കുമ്പളയാണ്, ഒരു സൂചി മുട്ടിയാൽ പൊട്ടിപ്പോക്കാവുന്ന മാത്രമേ ഉള്ളൂ, അത്ര ഇമേജ് ആർക്കുള്ളൂ, ശശി തരൂരിനുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അത് കോൺഗ്രസിൻ്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ കോൺഗ്രസ്സിലുള്ള കുറേയധികം ആളുകളുടെ അഭിപ്രായമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമാണ്. മാത്രമല്ല അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ വന്ന സമയത്തും തരൂർ വേണ്ട എന്ന നിലപാട് കോൺഗ്രസ്സിൽ വലിയൊരു വിഭാഗത്തിനുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നുവെച്ചാൽ കോൺഗ്രസ്സിനകത്ത് നിലനിൽക്കുന്ന ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ഉണ്ട്. ആ ഡൈനാസ്റ്റി പൊളിറ്റിക്സിനകത്ത് വിധേയനായി നിൽക്കുന്ന ഒരു തൊമ്മിയല്ല തരൂർ. അത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തരൂരിന് വലിയ വലിയ സ്ഥാനങ്ങൾ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹം അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് തയ്യാറല്ല എന്നുള്ളതാണ്.
എന്നാൽ കോൺഗ്രസ് ബുദ്ധിപൂർവ്വമാണ് പ്രവർത്തിക്കുന്നത് വിചാരിക്കുക. തരൂർ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ ശക്തിയെ ശരിയായിട്ടുള്ള രീതിയിൽ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും, അവർക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അങ്ങനെ ഉപയോഗിക്കാൻ അവർ തയ്യാറുമല്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ സാധാരണക്കാരുടെ ഇടയിൽ പടരുന്ന ഈ വാർത്തകൾക്കൊക്കെ കുറച്ച് പ്രസക്തി ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാവുന്നതാണ്. പക്ഷെ ഞാൻ തരൂരിനെ അങ്ങനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രം. തീർച്ചയായും.